വെഡ്ഡിംഗ് എഗ്രിമെൻറ്റ് ഷോർട്ട് സ്റ്റോറി റിട്ടൺ ബൈ രുദ്രപ്രിയ. ബ്ലാക്ക് ജീനും റെഡ് റൗണ്ട് ടീഷർട്ടുമാണ് ശിവയുടെ വേഷം. സമൃദ്ധമായ മുടി എങ്ങനെയൊക്കെയോ ഭംഗിയായി കെട്ടി സെറ്റാക്കിയിട്ടുണ്ട്. കറുത്ത സ്പെറ്റ്സും കൂടി വെച്ചു. ചുണ്ടിൽ കട്ടിക്ക് ലിപ്സ്റ്റിക്കും ഇട്ടു. എല്ലാവരോടും യാത്ര പറഞ്ഞ് അഗ്നിയോടൊപ്പം പോകുമ്പോൾ അവൾക്ക് പ്രത്യേകിച്ച് സങ്കടമൊന്നും തോന്നിയില്ല. മറിച്ച് സന്തോഷമായിരുന്നു. തൻ്റെ ജീവിതത്തിലെ പുതിയൊരധ്യായം തുടങ്ങുന്നതിന്, തൻ്റെ ലക്ഷ്യത്തിലേക്കുള്ള ആദ്യത്തെ ചുവടുവയ്പ്പിന്. തികച്ചും അപരിചിതരെ പോലെയാണ് അവർ ആ യാത്രയിലും പെരുമാറിയിരുന്നത്. ഫ്ലൈറ്റിൽ കയറുമ്പോഴും അവൾക്ക് വല്ലാത്ത ഉത്സാഹമായിരുന്നു. എയർപോർട്ടിൽ നിന്നും ക്രിസ്റ്റി കാർ അയച്ചിരുന്നു അവർക്ക് ഫ്ലാറ്റിലേക്ക് പോകുന്നതിനായി. ക്രിസ്റ്റിയോടൊപ്പം തങ്ങളുടെ പഴയ ഫ്ലാറ്റിൽ കഴിയണമെന്നാണ് ആദ്യം കരുതിയത് അഗ്നി. പക്ഷെ പിന്നീട് എന്തുകൊണ്ടോ അത് വേണ്ടെന്ന് തീരുമാനിച്ചു. കാരണം ശിവയ്ക്ക് ബുദ്ധിമുട്ടാകുമോ എന്ന് ചിന്തിച്ചു. മാത്രവുമല്ല, ക്രിസ്റ്റിക്ക് കാര്യങ്ങൾ അറിഞ്ഞുകൂടാ. അതുകൊണ്ട് പെട്ടെന്ന് അവനെ ഒന്നും അറിയിക്കേണ്ട എന്നും അഗ്നി കരുതി. പുതിയ ഫ്ലാറ്റിലേക്ക് ചെന്ന് കയറുമ്പോൾ അവൾ അതിൻ്റെ ഇൻറ്റീരിയർ മറ്റുമൊക്കെ വളരെ സൂക്ഷ്മമായി നോക്കി. ഫ്ലൈറ്റിലായിരുന്നതുകൊണ്ട് വലിയ യാത്രാക്ഷീണമൊന്നും രണ്ടു പേർക്കുമില്ലായിരുന്നു. അഗ്നി ആദ്യം കണ്ട മുറിയിലേക്ക് ലഗേജുമായി കയറുമ്പോൾ തൊട്ടടുത്ത മുറിയിലേക്ക് ശിവയും. രണ്ടുപേരും ഫ്രഷായി കഴിഞ്ഞ് അല്പനേരം കിടന്നുറങ്ങി. നല്ലവണ്ണം വിശന്നിട്ടാണ് ശിവ റൂമിന് പുറത്തേക്ക് ഇറങ്ങി വന്നത്. അപ്പോൾ കാണുന്നത് അഗ്നി വിശാലമായി ആഹാരം കഴിക്കുന്നു. അവളും അടുക്കളയിൽ കയറുമ്പോൾ കണ്ടു അവൾക്കുള്ള ഭക്ഷണം മാറ്റി വെച്ചിരിക്കുന്നത്. അതെടുത്തുകൊണ്ട് ഒന്നും ചോദിക്കാതെ കഴിക്കാനിരുന്നു. നാളെ മുതൽ എനിക്ക് ഓഫീസിൽ പോയി തുടങ്ങണം. ഒത്തിരി ലീവൊന്നുമില്ല. തൻ്റെ കാര്യം എങ്ങനെയാ? ഇവിടെ കോഴ്സിന് വല്ലതും ജോയിൻ ചെയ്യുന്നുണ്ടോ? എന്താണെങ്കിലും പറഞ്ഞാലേ എനിക്ക് മനസ്സിലാവൂ. 1 വർഷം വരെ തൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കി കൃത്യമായി ചെയ്തിരിക്കും. പിന്നെ ഡൈവോഴ്സ് കഴിയുമ്പോൾ തനിക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിച്ചാൽ അതും. അതുവരെ നമുക്ക് നല്ല സുഹൃത്തുക്കളായി കഴിയാൻ ശ്രമിക്കാം. തൻ്റെ കാര്യങ്ങളിലൊന്നും ഞാൻ ഇടപെടാൻ വരില്ല. തിരിച്ചും അതുപോലെ തന്നെ ആയിരിക്കണം. അഗ്നി പറയുന്നതൊക്കെ കേട്ട് ശിവ തല കുലുക്കുകയല്ലാതെ മറുപടിയൊന്നും പറഞ്ഞില്ല. എനിക്കിവിടുത്തെ കോച്ചിങ് സെൻറ്ററിൽ എവിടെന്നെങ്കിലും അഡ്മിഷൻ എടുത്ത് തരണം. പിന്നെ പാർട്ട് ടൈമായി എവിടെയെങ്കിലും ഒരു ജോലിയും. എൻ്റെ ആശയം അപ്പോൾ തന്നെ അഗ്നിയെ അറിയിച്ചു. കോച്ചിങ് സെൻറ്ററിൻ്റെ കാര്യം ഞാൻ അഗ്നിയെ വിളിച്ച് ഏർപ്പാടാക്കിയിട്ടുണ്ട്. പിന്നെ ജോലി, അത് നമുക്ക് എവിടെയെങ്കിലും സെറ്റാക്കാം. അതിന് അവൾ മറുപടി പറഞ്ഞില്ല. കഴിച്ച പാത്രം കഴുകാൻ നേരത്താണ് അഗ്നി കഴിച്ച പാത്രങ്ങളുമായി അകത്തേക്ക് ചെന്നത്. അവളെ മറികടന്ന് അവൻ പാത്രം കഴുകുമ്പോൾ അവന് വേണ്ടി അവൾ അല്പം മാറി നിന്ന് കൊടുത്തു. കിച്ചണിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിയാൽ അത്യാവശ്യം കുക്കിംഗ് എനിക്കറിയാം. എന്നും പുറത്തു നിന്നുള്ള ഭക്ഷണം എൻ്റെ വയറിന് ശരിയാകില്ല. ആരോടൊന്നില്ലാതെ പറഞ്ഞുകൊണ്ട് ശിവ റൂമിന് പുറത്തേക്ക് പോകുമ്പോൾ അഗ്നി അവളെ നോക്കി നിന്നു. അല്പനേരം കൂടി അഗ്നി സോഫയിലിരുന്നു. കുറച്ച് കഴിയുമ്പോൾ ക്രിസ്റ്റിയുടെ കോൾ വന്നു. തൊട്ടടുത്തുള്ള കോച്ചിങ് സെൻറ്ററിൽ അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. നാളെ മുതൽ ക്ലാസ്സിൽ ജോയിൻ ചെയ്യണം. ഇപ്പോൾ തന്നെ ഏകദേശം 2 ആഴ്ചയോളം ക്ലാസ് മിസ്സായിട്ടുണ്ട്. ബാക്കി ഡീറ്റെയിൽസും ലൊക്കേഷനും ക്രിസ്റ്റി വാട്സാപ്പ് വഴി അറിയിച്ചു. അപ്പോൾ തന്നെ അഗ്നി ശിവയുടെ റൂമിൽ ചെന്ന് നോക്ക് ചെയ്തു. കോച്ചിങ് സെൻറ്ററിലേക്കും അത്യാവശ്യമുള്ള ഷോപ്പിങ്ങുമായി ഇറങ്ങിയവർ അതൊക്കെ കഴിഞ്ഞ് തിരികെ വൈകുന്നേരത്തോളമായി ഫ്ലാറ്റിലെത്തുമ്പോൾ അവൾ ചോദിക്കാതെ തന്നെ അവൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യുന്നതിന് അഗ്നി മടിയൊന്നും കാണിച്ചില്ല. ക്രിസ്റ്റി വരുമ്പോൾ 2 പേരും ഫ്ലാറ്റിലില്ല. എന്നാൽ അവൻ കുളിച്ച് ഫ്രഷായി ഭക്ഷണമുണ്ടാക്കി കഴിയുമ്പോഴാണ് 2 പേരും ഫ്ലാറ്റിലെത്തുന്നത്. ക്രിസ്റ്റിയുടെ റൂം തുറന്നു കിടക്കുന്നത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി അവൻ എത്തിയെന്ന്. അതുകൊണ്ട് തന്നെ അഗ്നി അവളെയും കൂട്ടിക്കൊണ്ട് നേരെ ക്രിസ്റ്റിയുടെ ഫ്ലാറ്റിലേക്ക് പോയി. അവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് അഗ്നി ശിവയ്ക്ക് പാർട്ട് ടൈമായി എവിടെയെങ്കിലും ഒരു ജോലി സംഘടിപ്പിക്കണമല്ലോ ക്രിസ്റ്റി എന്ന് പറയുമ്പോൾ അവൻ ഞെട്ടലോടുകൂടിയാണ് 2 പേരെയും നോക്കിയത്. എനിക്ക് മനസ്സിലാവാത്തത് കൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ തമ്മിൽ ഞങ്ങൾ അറിയാത്ത എന്തെങ്കിലും രഹസ്യമുണ്ടോ? അല്ലാതെ വിവാഹമേ വേണ്ടെന്ന് പറഞ്ഞ നീ പെട്ടെന്ന് വിവാഹത്തിന് സമ്മതിക്കാനും ഇപ്പോൾ ഈ മാറ്റത്തിനുമൊക്കെയുള്ള കാരണം മറ്റുള്ളവർ എത്ര വിശ്വസിച്ചാലും ഞാൻ വിശ്വസിക്കില്ല. ക്രിസ്റ്റി എടുത്തടിച്ചതുപോലെ പറഞ്ഞു.
തൽക്കാലം നീ കൂടുതലൊന്നും ആലോചിച്ച് തല പുകയ്ക്കേണ്ട. ശിവയ്ക്ക് എവിടെയെങ്കിലും ഒരു ജോലി, അതിൻ്റെ കാര്യത്തെക്കുറിച്ച് ആലോചിക്കുക. നമ്മുടെ ഓഫീസിൽ എന്തെങ്കിലും ഒരു ജോലി കൊടുത്താൽ പോരെ? പാർട്ട് ടൈം നിൽക്കുന്നത് എങ്കിൽ അങ്ങനെ. അത് ഏത് സമയത്ത് വേണമെന്ന് ശിവ തീരുമാനിക്കട്ടെ. നമ്മുടെ ഓഫീസിൽ ഇപ്പോൾ എന്ത് ജോലി കൊടുക്കാനാ? എല്ലാ വേക്കൻസിയും ഫില്ലല്ലേ? അഗ്നി ക്രിസ്റ്റിയെ നോക്കി. ഒരു കാര്യം ചെയ്യാം, എനിക്കൊരു PSന്റെ ആവശ്യമുണ്ട്. തൽക്കാലം നിനക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ശിവയെ ആ ഒഴിവിലേക്ക് എടുക്കാം. ക്രിസ്റ്റി പറയുമ്പോൾ ശിവയ്ക്ക് ആലോചിക്കാനുള്ള സമയം പോലും വേണ്ട. സമ്മതമായിരുന്നു. എന്നാൽ അതങ്ങനെ തന്നെ തീരുമാനിക്കാം. അടുത്ത ദിവസം 3 പേരും കൂടി ഒരുമിച്ചാണ് ഓഫീസിലേക്ക് പുറപ്പെട്ടത്. നിൻ്റെ വിവാഹം കഴിഞ്ഞതൊന്നും ഓഫീസിൽ ആർക്കും അറിയില്ല. അപ്പോൾ പിന്നെ നമ്മൾ 3 പേരും കൂടി ഓഫീസിൽ ചെന്നിറങ്ങുമ്പോൾ മറ്റുള്ളവരോട് എന്ത് പറയും? ക്രിസ്റ്റി അത് പറയുമ്പോഴാണ് ശിവയും അതിനെക്കുറിച്ച് ആലോചിച്ചത്. ഒരു കാര്യം ചെയ്യാം, ഓഫീസിന് പുറത്ത് നമുക്ക് ശിവയെ ഇറക്കാം. അത് കഴിഞ്ഞ് അല്പമല്ലേ ഉള്ളൂ, അയാൾ നടന്നു വന്നോളും. ഒരു തീരുമാനം എന്നവണ്ണം അഗ്നി പറയുമ്പോൾ ക്രിസ്റ്റിക്ക് ദേഷ്യം കൊണ്ട് അവനെ നോക്കി. എന്നാൽ അവനതൊന്നും ശ്രദ്ധിച്ചില്ല. എന്നാൽ ശിവയ്ക്കും വലിയ സങ്കടമൊന്നും തോന്നിയില്ല. ഓഫീസിന് പുറത്ത് കാറ് നിർത്തുമ്പോൾ അവൾ ഇറങ്ങി. കാർ ഓഫീസ് കോമ്പൗണ്ടിനകത്തേക്ക് കിടക്കുമ്പോൾ അവൾ ആ കെട്ടിടവും ചുറ്റുപാടും ഒക്കെ കാണുകയായിരുന്നു. നേരെ അകത്തേക്ക് ചെന്ന് കയറുമ്പോൾ ക്രിസ്റ്റി തിരിഞ്ഞു നോക്കി അവൾ വരുന്നുണ്ടോ എന്ന്. സെക്യൂരിറ്റിയോട് എന്തൊക്കെയോ പറഞ്ഞു വെച്ച് റിസപ്ഷനിലും പറഞ്ഞിട്ടാണ് ക്രിസ്റ്റി അഗ്നിയോടൊപ്പം അകത്തേക്ക് പോയത്. എന്നാൽ അഗ്നി അവളെന്ന് പറയുന്ന ഒരു വ്യക്തിയെ മൈൻഡ് പോലും ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഓഫീസിനുള്ളിലേക്ക് കയറി റിസപ്ഷനിൽ ചെല്ലുമ്പോൾ CCTV വിഷ്വൽസ് കണ്ട് അവളെ അകത്തേക്ക് കയറി വരുന്നതിന് റിസപ്ഷനിസ്റ്റിനോട് പറഞ്ഞു അഗ്നി. ശിവ അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ എല്ലാവരും അവളെ നോക്കുന്നുണ്ട്. ഓഫീസിനുള്ളിലെ ഏകദേശം കോഴികളുടെയും നോട്ടം ശിവയുടെ മേലെയായിരുന്നു. ബ്ലാക്ക് ജീനും വൈറ്റ് ബ്ലൂ ഷർട്ടും, അതാണ് അവളുടെ വേഷം. അവൾ ക്രിസ്റ്റിയുടെ ക്യാബിനിലേക്ക് കയറി പോകുന്നതോ അഗ്നി കണ്ടുവെങ്കിലും അവൻ പിന്നീട് അത് ശ്രദ്ധിക്കാൻ നിന്നില്ല. ക്രിസ്റ്റി തന്നെയാണ് ശിവയെ മറ്റു സ്റ്റാഫുകൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തത്. അപ്പോഴാണ് അസിസ്റ്റൻറ്റ് മാനേജർ പട്ടാഭിരാമൻ ക്രിസ്റ്റിയുടെ അടുത്തേക്ക് വന്നത്. സാർ, നമ്മുടെ അക്കൗണ്ട്സിൽ ജോലി ചെയ്യുന്ന സൂഫി അയാളുടെ അമ്മയുടെ മരണവുമായി ബന്ധപ്പെട്ട് നാട്ടിലേക്ക് പോയി. അപ്പോൾ പിന്നെ അവിടെ പുതിയ സ്റ്റാഫിനെ വെച്ചില്ലെങ്കിൽ. സൂഫി പറഞ്ഞു നിർത്തുമ്പോൾ ക്രിസ്റ്റിയുടെ നോട്ടം ശിവയിലായിരുന്നു. ഒരു കാര്യം ചെയ്യാം പട്ടാഭി സാറേ, ശിവയെ നമുക്ക് തൽക്കാലം ആ പോസ്റ്റിൽ നിയമിക്കാം. സാറും കൂടി ഒന്ന് ഹെൽപ്പ് ചെയ്ത് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ മതി. ശിവയ്ക്ക് പെട്ടെന്ന് മനസ്സിലാകും. എൻ്റെ അമ്മയുടെ ഏറ്റവും അടുത്ത റിലേറ്റീവിൻ്റെ മോളാണ്, ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോളണം. പട്ടാഭി സാറിൻ്റെ ഒപ്പം അവളെ പറഞ്ഞു വിടുമ്പോൾ ക്രിസ്റ്റി പ്രത്യേകം ഓർമ്മിപ്പിച്ചു. അത് പറയാൻ കാരണം തന്നെ ഇപ്പോൾ അക്കൗണ്ട്സിലിരിക്കുന്ന വിനോദാണ്. അവൻ അസലൊരു കോഴിയാണ്. ആ ഓഫീസിലെ മുഴുവൻ പേർക്കും അത് നന്നായി അറിയാം. അവൻ്റെ കീഴിലാണ് ഇപ്പോൾ നിവൃത്തികേട് കൊണ്ട് ശിവയെ നിർത്തിയിരിക്കുന്നത്. ആ ബോധ്യം ക്രിസ്റ്റിക്കുണ്ട്. പട്ടാഭി സാറിൻ്റെ ഒപ്പം ചെല്ലുന്ന ശിവയെ എല്ലാവരും നോക്കി. വിനോദിനാണെങ്കിൽ ഇതിൽ പരം വേറെ സന്തോഷമൊന്നുമില്ല. ശിവ കാര്യങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കുന്നത് കൊണ്ട് വിനോദിന് അവളെ പഠിപ്പിക്കാൻ വലിയ ഉത്സാഹം. ദിവസങ്ങൾ ഓരോന്നായി വളരെ വേഗത്തിൽ കഴിഞ്ഞുപോയി. ഒരു ഫ്ലാറ്റിനുള്ളിൽ തന്നെ തികച്ചും 2 വ്യക്തികളെ പോലെയായിരുന്നു ശിവയും അഗ്നിയും. രാവിലെ 6 മണി മുതൽ ഉച്ചയ്ക്ക് ഏകദേശം 1 മണി വരെയായിരുന്നു കോച്ചിങ് ക്ലാസ്. അത് കഴിയുമ്പോൾ ശിവ നേരെ ഓഫീസിലേക്ക് തിരിക്കും. പിന്നെ വൈകുന്നേരം 6 മണി വരെ ഓഫീസിലും. വിനോദ് ഇതിനിടയിൽ പല അടവുകളുമായി ശിവയോട് അടുക്കാൻ ശ്രമിച്ചുവെങ്കിലും ശിവ അപ്പോൾ തന്നെ അതൊക്കെ പൊളിച്ചു കയ്യിൽ കൊടുക്കുമായിരുന്നു. അതൊക്കെ കൂടിയായപ്പോൾ വിനോദിന് അവളെ എങ്ങനെയെങ്കിലും സ്വന്തമാക്കിയാലേ പറ്റൂ എന്ന അവസ്ഥയിലായി കാര്യങ്ങൾ. എന്നും രാവിലെ നേരത്തെ എഴുന്നേറ്റ് കിച്ചണിൽ കയറുന്നവളെ അന്ന് പതിവിന് വിപരീതമായി കിച്ചണിൻ്റെ ഭാഗത്തേക്കൊന്നും കാണാത്തത് കൊണ്ട് തന്നെ അഗ്നി അത് ശ്രദ്ധിച്ചു. പക്ഷേ പോയി കാര്യം തിരക്കിക്കൊണ്ട് നിൽക്കാനുള്ള സമയമില്ലാത്തത് കൊണ്ട് അവനൊരു കോഫി മാത്രം ഉണ്ടാക്കി വെച്ചിട്ട് നേരെ ഓഫീസിലേക്ക് ഇറങ്ങി. ശിവ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഏകദേശം 8:30 മണി കഴിഞ്ഞു. അവൾ വേഗം ഫ്രഷായി അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ കോഫി മാത്രം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവൾ അതും കുടിച്ചുകൊണ്ട് ഫ്ലാറ്റും പൂട്ടി ഇറങ്ങി. പീരീഡ്സിൻ്റെ അസാധ്യമായ വേദനയും തളർച്ചയും കാരണം എങ്ങനെയൊക്കെയോ ക്ലാസ് കഴിഞ്ഞ് ഓഫീസിലെത്തിയിട്ട് വലിയ തോതിൽ ജോലിയൊന്നും അവൾക്ക് ചെയ്യാനില്ലായിരുന്നു. എന്താടോ തനിക്കെന്ത് പറ്റി? താനെന്താ വല്ലാതിരിക്കുന്നത്? സുഖമില്ലേ? ചോദിച്ചുകൊണ്ട് വിനോദ് അധികാരഭാവത്തിൽ അവളുടെ നെറ്റിയിലേക്ക് കൈ ചേർക്കുമ്പോൾ അവൾ പെട്ടെന്ന് പിന്നിലേക്ക് മാറി. താനെന്താ ഇങ്ങനെ പേടിച്ചു മാറുന്നത്? അതിനുവേണ്ടി ഞാനൊന്നും ചെയ്തില്ലല്ലോ. സുഖമില്ലേന്ന് ചോദിച്ചല്ലേ ഉള്ളൂ. വിനോദ് വിടാൻ പാവമില്ലായിരുന്നു. അവൻ്റെ സംസാരവും പ്രവൃത്തിയും
മറ്റൊരു തരത്തിൽ. ആദ്യമായിട്ടാണ് അവനിങ്ങനെ പെരുമാറുന്നത്. അതിൻ്റെ വയ്യായ്മ കൂടിയും അവൾക്കുണ്ടായിരുന്നു. വിനോദിൻ്റെ പെരുമാറ്റവും എല്ലാം കൂടിയായപ്പോൾ ശിവയ്ക്കാകെ വല്ലാത്ത ഇഷ്ടക്കേട് തോന്നി. എടോ, ഇത് ബാംഗ്ലൂരാണ്. ഇവിടെ ഇങ്ങനെയൊക്കെയാണ്. താൻ സഹകരിച്ചാൽ. വന്നപ്പോൾ മുതൽ എൻ്റെ ഉള്ളിൽ തന്നോടൊരു ഇഷ്ടം തോന്നിയതാണ്. അതാണ് ഞാൻ. അവൻ അവളെ ചേർത്ത് പിടിച്ചു. ശിവ വേഗം കുതറി മാറി. അവൾ ഇരിക്കുന്നിടത്തു നിന്നും എഴുന്നേറ്റ് ബാഗും എടുത്തുകൊണ്ട് ക്യാബിനിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ അവൻ കയ്യിൽ പിടിച്ച് നിർത്തി. മറ്റൊന്നും ആലോചിക്കാതെ ശിവ അവൻ്റെ കൈ കുടഞ്ഞുകൊണ്ട് വിനോദിനെ ആഞ്ഞടിച്ചു. മേലാൽ എൻ്റെ അനുവാദം കൂടാതെ ശരീരത്തിൽ തൊട്ടാൽ ശിവ ആരാണെന്ന് നീ അറിയും. അവൾക്ക് വല്ലാത്ത വെപ്രാളം തോന്നി. പെട്ടെന്ന് അവൾ ക്യാബിനിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. സങ്കടവും വേദനയും തോന്നി. അവൾ കഴുത്തിലെ മാലയിൽ അറിയാതെ അമർത്തി പിടിച്ചു. താലി കെട്ടിയവൻ തൊട്ടടുത്തുള്ളപ്പോഴാണ് ഇങ്ങനെയൊന്ന് നേരിടേണ്ടി വന്നത്. ആദ്യമായി അവൾക്ക് വേദനിച്ചു. അവളുടെ നോട്ടം അഗ്നിയുടെ ക്യാബിനിലേക്ക് നീണ്ടു. പെട്ടെന്നാണ് അവൻ ക്യാബിൻ്റെ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. അവളെയും കടന്നു പോകാൻ തുടങ്ങുമ്പോൾ യാദൃച്ഛികമായി അവൻ്റെ നോട്ടം അവളുടെ മുഖത്തെത്തി. അപ്പോഴേക്കും അവൻ കണ്ടു അവളുടെ നിറഞ്ഞ കണ്ണുകൾ. എന്നിട്ടും അവൻ അവളിൽ നിന്നുള്ള നോട്ടം മാറ്റി പുറത്തേക്ക് പോയി. അന്ന് ഓഫീസിൽ നിന്ന് ഫ്ലാറ്റിലേക്ക് എത്തിയതിൽ പിന്നെ അവൾ റൂമിൽ നിന്നും പുറത്തേക്ക് വന്നില്ല. അഗ്നി കിച്ചണിൽ കയറി നോക്കുമ്പോൾ പ്രത്യേകിച്ച് പാചകമൊന്നും ചെയ്തിട്ടില്ല. അവൻ ഫുഡിന് ഓർഡർ ചെയ്ത് കുറച്ചു നേരം വെയിറ്റ് ചെയ്തിട്ടും അവളെ കണ്ടില്ല. അതുകൊണ്ട് തന്നെ അവൻ ആഹാരം കഴിച്ചുകൊണ്ട് അവളുടെ ഡോറിന് മുന്നിൽ ചെന്ന് നോക്ക് ചെയ്യുമ്പോൾ ശിവ പുറത്തേക്ക് വന്നു. അവിടെ കരഞ്ഞ കണ്ണും വീർത്ത ചുണ്ടും മുഖവുമായി നിൽപ്പുണ്ട്. നിനക്കെന്താ സുഖമില്ലേ? ഭക്ഷണം എടുത്ത് വെച്ചിട്ടുണ്ട്, വന്ന് കഴിക്കുക. എനിക്കൊന്നും വേണ്ട പറഞ്ഞുകൊണ്ട് ഡോറടച്ച് അവൾ അകത്തേക്ക് പോയി. ഇവൾക്കിതെന്ത് പറ്റി ആലോചിച്ചുകൊണ്ട് അവൻ കുറച്ചു നേരം കൂടി സോഫയിലിരുന്നു. അപ്പോഴേക്കും ക്രിസ്റ്റി അകത്തേക്ക് വന്നു. പതിവ് പോലെ രണ്ടുപേരും കൂടി അല്പനേരം സംസാരിച്ചിരുന്നു. അപ്പോഴേക്കും ശിവയെ പുറത്തേക്ക് കാണാഞ്ഞ് അഗ്നി ശ്രദ്ധിച്ചു. കുറച്ചു കഴിഞ്ഞ് അവൻ ഫ്ലാറ്റിലേക്ക് പോയി. പിറ്റേന്ന് രാവിലെ അഗ്നി പോകുന്നത് വരെ ശിവ റൂമിന് പുറത്തേക്ക് വരികയോ എഴുന്നേൽക്കുകയോ ചെയ്തില്ല. അഗ്നി അത് ശ്രദ്ധിച്ചെങ്കിലും അവൻ പിന്നീട് കൂടുതൽ വിശദമായി അന്വേഷിക്കാൻ പോയില്ല. ക്രിസ്റ്റിയും അവനും കൂടി ഓഫീസിലേക്ക് പോയി. ഏകദേശം ഉച്ചവരെ അത്യാവശ്യം തിരക്കുകൾ തന്നെയായിരുന്നു. അതിനുശേഷമാണ് ക്രിസ്റ്റി ശിവയുടെ ക്യാബിനിലേക്ക് കയറി വന്നത്. ദേഷ്യത്തിൽ വലിഞ്ഞു മുറുകിയ മുഖവുമായി കയറി വരുന്ന ക്രിസ്റ്റിയെ കണ്ടപ്പോൾ ശിവ അവനോട് കാര്യം തിരക്കി. നിന്റെ താലിയും കഴുത്തിലിട്ടുകൊണ്ടാണ് നിന്റെ ഭാര്യ ഇവിടെ പാർട്ട് ടൈമായി ജോലി ചെയ്യാൻ വരുന്നത്. നിങ്ങൾ തമ്മിലുള്ള ബന്ധം ഇവിടെ ആർക്കും അറിയില്ലെങ്കിലും നീ അവളുടെ ഭർത്താവാണ്. ഇപ്പോഴും അവളുടെ കഴുത്തിൽ കിടക്കുന്നത് നീ കെട്ടിയ താലി. അപ്പോൾ അവളുടെ ഉത്തരവാദിത്വം നിനക്കാണ്. അവളുടെ ശരീരത്തിൽ മറ്റൊരുത്തൻ്റെ കൈ പതിയുമ്പോൾ അത് നിന്റെ മൂക്കിൻ തുമ്പിൽ നടക്കുമ്പോൾ നീ ഒന്നും അറിയാഞ്ഞിട്ടാണോ അതോ അറിഞ്ഞിട്ടും അറിഞ്ഞ ഭാവം നടിക്കാത്തതോ? ക്രിസ്റ്റി, അതൊരലർച്ചയായിരുന്നു. അഗ്നി വിളിക്കുമ്പോൾ ക്രിസ്റ്റി ദേഷ്യം കൊണ്ട് വിറച്ചു. സ്വന്തം ഭാര്യയെ മറ്റൊരുത്തൻ്റെ കീഴിൽ ജോലിക്ക് നിർത്തിയപ്പോൾ നീ ആലോചിക്കണമായിരുന്നു. അവനെക്കുറിച്ച് എല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് നീ അവളെ എന്ത് ധൈര്യത്തിലാഗ്നി? ഇത് നോക്ക്, ഇന്നലെ ഈ ഓഫീസിലുള്ള ഉരവൾ തന്നെയാണ് എനിക്ക് തയ്ച്ചു തന്നത്. ഇന്നലെ ഞാൻ അവിടെ വന്നപ്പോഴും അവളെ പുറത്തൊന്നും കണ്ടില്ല. നീയും അവളും ഒരു ഫ്ലാറ്റിലല്ലേ താമസിക്കുന്നത്? എന്നിട്ട് നീ ഇതറിഞ്ഞോ? എന്തിനാടാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അവളെ നിനക്ക് വേണ്ടെങ്കിൽ നാട്ടിലയച്ചേക്ക് പറഞ്ഞുകൊണ്ട് ക്രിസ്റ്റി മൊബൈൽ മേശമേൽ വലിച്ചെറിഞ്ഞു പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അതെടുത്ത് നോക്കുമ്പോൾ കണ്ട കാഴ്ചയിൽ അഗ്നി നിന്ന് എരിഞ്ഞു. വീട്ടിൽ നിന്നും അമ്മയും അച്ഛനും വിളിച്ചതിനെ തുടർന്ന് എന്തൊക്കെയോ സംസാരിച്ചു ശിവ. അവൾക്ക് അല്പം ആശ്വാസം കിട്ടി. അച്ഛനെയും അമ്മയെയും താൻ പറ്റിക്കുകയാണ് എന്ന ചിന്തയും അവൾക്കുണ്ടായ അനുഭവമൊക്കെ കൂടിയായപ്പോൾ എല്ലാം മതിയാക്കി തിരികെ നാട്ടിലേക്ക് പോകാൻ തന്നെ അവൾ ഉറപ്പിച്ചു. താൻ സ്വപ്നങ്ങളുടെ ലക്ഷ്യങ്ങൾ തനിക്ക് വളരെ അകലെയാണ്. ഈ നഗരത്തിൻ്റെ തന്നെപ്പോലൊരാൾക്ക് തനിയെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. എന്തായാലും തിരികെ നാട്ടിലേക്ക് തന്നെ പോകാം. 1 വർഷം കഴിയുമ്പോൾ ഈ ബന്ധത്തിൽ താല്പര്യമില്ലെങ്കിൽ ഡിവോഴ്സിന് സൈൻ ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. ഓരോന്നൊക്കെ മനസ്സിൽ കണക്ക് കൂട്ടിക്കൊണ്ട് അവൾ ബാഗും പാക്ക് ചെയ്ത് അഗ്നി വരുന്നതിനായി കാത്തിരുന്നു. എന്നാൽ അന്ന് പാതിരാത്രിയോടെടുത്താണ് അഗ്നി ഫ്ലാറ്റിലെത്തിയത്. ഇടയ്ക്ക് അവൻ ക്രിസ്റ്റിയുടെ ഫ്ലാറ്റിൽ നോക്കുമ്പോൾ അവനും എത്തിയിട്ടില്ല. ഉറങ്ങാതെ അവൾ സോഫയിലിരുന്നു. ഏകദേശം നട്ട പാതിരാത്രിയാകുമ്പോഴാണ് അഗ്നി റൂം തുറന്ന് അകത്തേക്ക് വന്നത്. സോഫയിലിരുന്ന് ഉറങ്ങുന്നവളെ കണ്ടപ്പോൾ അവൻ ദേഷ്യം കൊണ്ട് വിറച്ചു. ചാടി തുള്ളി വന്ന് അവളുടെ കയ്യിൽ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. പെണ്ണ് പേടിച്ചു പോയി.
ഞെട്ടിത്തരിച്ച് അഗ്നിയെ നോക്കി. വിനോദ് നിന്നോട് എന്താ കാട്ടിയത്? നീ എന്താ എന്നോടത് പറയാത്തത്? ചോദിച്ചുകൊണ്ട് അഗ്നി അവളെ ബലമായി സോഫയിലേക്ക് തന്നെ തള്ളി. സത്യം പറഞ്ഞാൽ അവൾക്ക് വേദനയും വിഷമവും തോന്നി അവൻ്റെ ആ പ്രവൃത്തിയിൽ. എന്താടി അവൻ നിന്നോട് ചെയ്തത്? എന്നോട് പറയാത്തതെന്താ? ശിവയുടെ കവിളിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് പിന്നെയും ചോദിക്കുമ്പോൾ അവൾ ആ കൈ തട്ടി ബലമായി എറിഞ്ഞു. അതിന് നിങ്ങൾ എൻ്റെ ആരാണ്? അവളുടെ അടുത്തേക്ക് വന്ന അഗ്നി ഒരു നിമിഷം അവളുടെ ആ ചോദ്യത്തിൽ തറഞ്ഞു നിന്നു. ഒരേ ഫ്ലാറ്റിൽ ഇരുമുറികളിലായി താമസിക്കുന്ന നമ്മൾ തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? നിങ്ങൾ എന്നോട് എന്തെങ്കിലും ഒന്ന് സംസാരിക്കാറുണ്ടോ? ഒരു മനുഷ്യജീവിയാണെന്നുള്ള പരിഗണന കാണിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് ഞാൻ വെറുമൊരു കോൺട്രാക്റ്റ് വൈഫല്ലേ? 1 വർഷം കഴിയുമ്പോൾ ഡിവോഴ്സ് വാങ്ങിപ്പോകുന്ന ഒരു യന്ത്രം. അതിനിടയിൽ എൻ്റെ ഫീലിങ്സിനോ ഞാനൊരു പെണ്ണാണെന്നോ ഉള്ള എന്തെങ്കിലും പരിഗണന നിങ്ങൾ ഇതുവരെ എനിക്ക് തന്നിട്ടുണ്ടോ? എന്നിട്ടിപ്പോൾ കാര്യമന്വേഷിക്കാൻ വന്നേക്കുന്നു. ചോദിക്കാനും പറയാനും ആരുമില്ലാത്തത് കൊണ്ടല്ലേ എൻ്റെ ശരീരത്തിൽ അവൻ കൈവച്ചത്? എൻ്റെ ഐഡൻറ്റിറ്റി എന്താ ഇവിടെ? ഒരു പാർട്ട് ടൈം സ്റ്റാഫ്. അതിൽ കൂടുതൽ ഞാൻ ആരാ നിങ്ങളുടെ? ചോദിച്ചുകൊണ്ട് അവൻ്റെ നേർക്ക് വിരലും ചൂണ്ടി അവൾ വരുമ്പോൾ അഗ്നി അവളുടെ ആ കയ്യിൽ പിടിച്ച് തൻ്റെ ശരീരത്തോട് ചേർത്തു. വലത് കൈയുടെ ചൂണ്ടുവിരൽ കൊണ്ട് അവളുടെ കഴുത്തിൽ കിടക്കുന്ന താലി വലിച്ചു പുറത്തേക്കിട്ടു. നിന്റെ കഴുത്തിൽ താലി കെട്ടിയവൻ നിന്റെ ഭർത്താവ്. ഇതിൽ കൂടുതൽ എന്താടി വേണ്ടത്? നിന്റെ കാര്യങ്ങളിൽ ഇടപെടാൻ എനിക്ക്? നാട്ടിൽ വെച്ച് ക്രിസ്റ്റി എന്നോട് ഒരു ചോദ്യം ചോദിച്ചിരുന്നു. പക്ഷെ അന്ന് എനിക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലായില്ല. ഇപ്പോൾ എനിക്ക് കൃത്യമായും ഒരുത്തരമുണ്ട്. ഒരുമിച്ച് താമസിക്കുമ്പോൾ എപ്പോഴെങ്കിലും എനിക്ക് നിന്നോട് ഇഷ്ടം തോന്നിയാലോ എന്ന്. പക്ഷെ അന്ന് ഞാനത് ചിരിച്ചു തള്ളി. പക്ഷേ ഇപ്പോൾ നിന്റെ ശരീരത്തിൽ മറ്റൊരുവൻ കൈവച്ചു എന്നറിഞ്ഞപ്പോൾ എനിക്കറിയില്ല. ഇത്രയും ദിവസം ഒരു വീട്ടിൽ അപരിചിതരെ പോലെ കഴിഞ്ഞിട്ട് പോലും എൻ്റെ ഉള്ളിൽ നിന്നോടുള്ള വികാരം എന്താണെന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ എൻ്റെ മനസ്സിൽ നീ, എനിക്കറിയില്ല എങ്ങനെ പറഞ്ഞു തരണമെന്ന്. അഗ്നി പെട്ടെന്ന് മുറിയിൽ കയറി വാതിൽ വലിച്ചടച്ചു. അവൻ പറഞ്ഞിട്ട് പോയതൊക്കെ കേട്ട് ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ് ശിവ. അവൻ പറഞ്ഞതിൻ്റെ പൊരുൾ തേടുകയായിരുന്നു അവൾ അപ്പോൾ. അടുത്ത ദിവസവും പതിവ് പോലെ കോച്ചിങ് സെൻറ്ററിൽ പോയി. ഉച്ചയ്ക്ക് നേരെ ഫ്ലാറ്റിലേക്ക് വന്നു. അന്ന് ഉച്ചയ്ക്ക് ശേഷം അവളെ കാണാത്തത് കൊണ്ട് തന്നെ അഗ്നിക്കാകെ വെപ്രാളമായി. ഒരു തരത്തിലും ഓഫീസിലിരുന്നിട്ട് ഇരിപ്പുറയ്ക്കുന്നില്ല. ക്രിസ്റ്റി ക്യാബിനിലിരുന്നു കൊണ്ട് ഇതൊക്കെ കാണുന്നുണ്ട്. 2-3 ദിവസമായി അവൻ്റെ മാറ്റങ്ങൾ. ക്രിസ്റ്റിക്ക് ചിരി വന്നു. വിനോദ് ശിവയെ കൈവച്ചു എന്നറിഞ്ഞപ്പോൾ ആ രാത്രിയിൽ തന്നെ അവനുള്ള പണിയുമായി ഇറങ്ങിയതാണ്. ഒരാഴ്ചയായി പാവം ഹോസ്പിറ്റലിലാണ് വിനോദ്. അപ്പോൾ എല്ലാം അവനോട് ചോദിച്ചതാണ് ശിവയോടുള്ള പ്രണയം കൊണ്ട് വശം കെട്ട് തുടങ്ങിയോ എന്ന്. പക്ഷെ അന്നവൻ അതിന് മറുപടി പറയാതെ തന്നെ നോക്കി പേടിപ്പിച്ചു. പക്ഷെ ഇപ്പോൾ 2-3 ദിവസമായി തനിക്ക് വ്യക്തമാകുന്നുണ്ട് അഗ്നിയുടെ മനസ്സ്. അവൻ ശിവനിയെ പ്രണയിച്ചു തുടങ്ങിയിരിക്കുന്നു. പക്ഷേ അതവൻ അംഗീകരിക്കുന്നില്ല. വെരിങ്ങിനെ പോലെ അവൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ക്രിസ്റ്റി ശിവയുടെ നമ്പറിലേക്ക് കോൾ ചെയ്തു. ആദ്യത്തെ 2 റിങ്ങിൽ തന്നെ കോൾ അറ്റൻഡ് ചെയ്തു. എന്തു പറ്റി മോളെ, സുഖമില്ലേ നിനക്ക്? പതിവ് പോലെയുള്ള ക്രിസ്റ്റിയുടെ ചോദ്യം കേട്ടപ്പോൾ ശിവ ചിരിച്ചു. കുഴപ്പമൊന്നുമില്ല ഏട്ടാ, ഇപ്പോൾ ഞാൻ ഓക്കെയാണ്. ഇവിടുന്ന് ഒരുത്തൻ വെരിങ്ങിനെ പോലെ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. ഇനിയും ഈ ഒളിച്ചുകളിയുടെ ആവശ്യമുണ്ടോ? നിന്റെ മനസ്സിലുള്ള അവനോടുള്ള സ്നേഹം തുറന്നു പറഞ്ഞാൽ പോരെ? ക്രിസ്റ്റി ചോദിക്കുമ്പോൾ ശിവ അതിന് മറുപടി പറഞ്ഞില്ല. ബാംഗ്ലൂരിൽ വന്നപ്പോൾ തന്നെ ക്രിസ്റ്റി ശിവയോട് കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കിയിരുന്നു. എഗ്രിമെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ അപ്പോഴാണ് അവൻ അറിയുന്നത്. ഇപ്പോഴത്തെ എടുത്തുചാട്ടത്തിൽ നിനക്കവൻ പറയുന്നത് ശരിയാണെന്ന് തോന്നും. പക്ഷേ പ്രാക്ടിക്കലായി ചിന്തിക്കുമ്പോൾ അതല്ല. ഞാനൊന്നും പറയുന്നില്ല. നിങ്ങളുടെ ഉള്ളിലെ ഇഷ്ടം നിങ്ങൾ തന്നെ മനസ്സിലാക്കുന്ന അവസരം വരും. ആലോചനയോടുകൂടി ക്രിസ്റ്റി ഫോൺ കട്ട് ചെയ്തപ്പോൾ പുറത്ത് കോളിംഗ് ബെൽ മുഴങ്ങുന്ന ഒച്ച കേട്ടു. ശിവ എഴുന്നേറ്റ് ഡോർ തുറക്കുമ്പോൾ അതാ മുന്നിൽ വന്ന് നിൽക്കുന്നു അഗ്നി. അതുവരെയുണ്ടായിരുന്ന ടെൻഷൻ അവളെ കണ്ടപ്പോൾ അഗ്നിക്ക് മാറി. എന്നാൽ സ്വാഭാവികമായുള്ള ഗൗരവത്തിൽ അവൻ സോഫയിലേക്ക് വന്നിരുന്നു. നീ എന്താ ഓഫീസിൽ വരാത്തത്? ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഞാൻ നാട്ടിലേക്ക് തിരികെ പോവുകയാണ്. അവളും വിട്ടുകൊടുത്തില്ല. അവൻ്റെ മനസ്സിലിരിപ്പ് അറിയുന്നതിന് വേണ്ടി മനഃപൂർവ്വം പറഞ്ഞുകൊണ്ട് അവൾ അകത്തേക്ക് പോയി ബെഡിനടിയിൽ ഒതുക്കി വെച്ചിരുന്ന ബാഗുകൾ പുറത്തേക്കെടുത്തു. അപ്പോഴേക്കും റൂം തുറന്ന് അഗ്നിയും അകത്തേക്ക് കയറി. അവളെ പിടിച്ച് തൻ്റെ നേർക്ക് തിരിച്ചു. ആരോട് ചോദിച്ചിട്ടടി നീ ഇപ്പോൾ പോകുന്നതിനുള്ള തീരുമാനമെടുത്തത്? എൻ്റെ കാര്യങ്ങൾ തീരുമാനമെടുക്കാൻ ഇനി ആരോടെങ്കിലും ചോദിക്കണോ? അവളും വിട്ടുകൊടുത്തില്ല. ചോദിക്കണം, എന്നോട് ചോദിക്കണം. അതിന് നിങ്ങൾ എൻ്റെ ആരാ? ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞതാണ് ശിവന് നിന്നോട്.
അതുകൊണ്ട് ഇനി മേലിൽ ഇങ്ങനെ ഒരു ചോദ്യം ആവർത്തിക്കരുത്. അവൻ അവളെ പിടിച്ച് നെഞ്ചിൽ ചേർത്തതും പെണ്ണ് കുതറി മാറി. നാട്ടിലായിരിക്കുമ്പോൾ നിങ്ങളുടെ അച്ഛൻ്റെ അമ്മയുടെയും ബന്ധുക്കളുടെയും മുന്നിൽ നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരാണ്. പക്ഷേ ഇപ്പോൾ ഇവിടെ വെച്ച് എന്നോടൊരു അധികാരവും കാണിക്കില്ലെന്ന് നിങ്ങൾ വാക്ക് പറഞ്ഞതാണ്. അത് നാട്ടിൽ വെച്ചാണ് നമ്മൾ വാക്ക് നൽകിയത്. ഇത് ബാംഗ്ലൂരാണ്. എനിക്കിപ്പോൾ നിന്നെ സ്നേഹിക്കാനും എൻ്റെ ഭാര്യയായി കൊണ്ടു നടക്കാനും ആഗ്രഹമുണ്ട്. അപ്പോൾ പിന്നെ ആ വാക്കുകൾ ഞാൻ മറന്നല്ലേ പറ്റൂ. വല്ലാത്ത ചിരിയോടെ അഗ്നി അവളുടെ അടുത്തേക്ക് നടന്നെടുക്കുമ്പോൾ പെണ്ണ് പിന്നിലേക്ക് അടിവെച്ചു. തട്ടി വീഴുമെന്നായപ്പോഴേക്കും അഗ്നി അവളെ വട്ടം പിടിച്ചു. ഇരുവരുടെയും കണ്ണുകൾ തമ്മിൽ നോട്ടം കൈമാറി. അവളുടെ കണ്ണും മൂക്കും ചുണ്ടുമൊക്കെ അത്രയും അടുത്ത് ആദ്യമായിട്ടായിരുന്നു അഗ്നി കാണുന്നത്. വല്ലാത്തൊരു ചന്തമുണ്ട് ആ പെണ്ണിന്. ഐ തിങ്ക് ഐ ആം ഇൻ ലവ് വിത്ത് യു ശിവ പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ ചുണ്ടിന് മേലെ തൻ്റെ ചുണ്ട് ചേർത്ത് വെച്ചു. ഇനി ആർക്കും ഞാൻ നിന്നെ വിട്ടുകൊടുക്കില്ല, എനിക്ക് വേണം. അവൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ ശിവയുടെ കണ്ണുകൾ വിടർന്നു. അപ്പോൾ എഗ്രിമെൻ്റ് അതൊക്കെ എന്നെ കാറ്റിൽ പറത്തി. അവൻ അവളെയും കൊണ്ട് ബെഡിലേക്ക് മറഞ്ഞു. ഇനി അവരുടെ പ്രണയകാലമാണ്. അവസാനിച്ചു രുദ്രപ്രിയ. എന്നെ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്നവർ ചാനൽ കൂടി സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരെ.